ബിഗ് ബോസിൽ ഏറ്റുമുട്ടി നെവിനും രേണുസുധിയും. മുഖം കണ്ടിട്ട് ആട്ടാൻ തോന്നുന്നു എന്ന് നെവിൻ പറഞ്ഞപ്പോൾ അത് ചെയ്തിട്ട് പോയാൽ മതിയെന്ന് രേണുസുധി മറുപടി പറഞ്ഞു. നെവിനെ രേണു ആട്ടപ്പുഴു എന്ന് വിളിച്ചതിന് പിന്നാലെയാണ് പ്രശ്നം ആരംഭിച്ചത്. ആട്ടാപ്പുഴു എന്ന് രേണു വിളിച്ചപ്പോൾ നെവിൻ രേണുവിനെ ആട്ടിയിട്ട് ആരാണ് നിന്റെ ആട്ടാപ്പുഴു എന്ന് ചോദിക്കുന്നു. ഇതിനു മറുപടിയായി രേണു 2 തവണ നെവിനെ തിരിച്ചാട്ടുന്നു. മോന്തയ്ക്കൊട്ട് തുപ്പൽ തെറിച്ചില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കാണിച്ചേനെ എന്നും രേണു പറയുന്നു. ഇതോടെ നെവിൻ ക്ഷമ ചോദിച്ചു. രേണു സോറിയും പറഞ്ഞു. ഇനി ആട്ടുന്നില്ല എന്ന് പറഞ്ഞ നെവിൻ നിങ്ങളുടെ മുഖം കണ്ടിട്ട് എങ്ങനെ ആട്ടാതിരിക്കും എന്ന് ചോദിക്കുന്നു. എൻ്റെ മുഖം കണ്ടാൽ നിനക്ക് ആട്ടാൻ തോന്നുമല്ലേ എന്നാണ് തിരികെ രേണു ചോദിക്കുന്നത്. എന്താണ് കാരണമെന്ന് രേണു പലതവണ ചോദിക്കുന്നുമുണ്ട്. എൻ്റെ മുഖം കണ്ട് ആട്ടാനും ഉരയ്ക്കാനും ഒക്കെയാണ് തോന്നുന്നതെങ്കിൽ അതൊന്ന് കാണിച്ചു തരണം. വാ വാ, പറഞ്ഞ വാക്കിന് വില വേണം. നീ ഉരപ്പിച്ചിട്ടേ വിടാവൂ. എൻ്റെ മോന്ത നന്നായിട്ട് ഉരയണം, നീ മാത്രമേ ഉരപ്പിക്കാവൂ എന്ന് രേണു പറഞ്ഞു. ഈ സമയത്ത് ശാരിക ഇടപെട്ടു. രേണു അഭിനയിക്കുകയല്ല, ജീവിക്കുകയാണെന്ന് ശാരിക പറഞ്ഞു. ശാരിക മുഖം ഉരപ്പിക്കുമെന്ന് പറഞ്ഞാൽ ശാരിക എന്ത് ചെയ്യും എന്ന് രേണു ചോദിക്കുന്നു. അപ്പോൾ നന്നായി പ്രതികരിക്കും എന്ന് ശാരിക പറയുമ്പോൾ അതല്ലേ പ്രതികരിച്ചത്, ഞാൻ പിന്നെന്താ സെറ്റ് ചെയ്യുകയായിരുന്നു ഇവിടെ എന്ന് രേണു തിരികെ ചോദിക്കുന്നു.